Meet the editors. അല്പമെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എ.കെ.എം. അഷ്റഫും ഐ.സി. ബാലകൃഷ്ണനും ആ സമരം അവസാനിപ്പിക്കണം. ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. ഇനി എന്തിനാണ് അവർ സമരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്മൃതി. ഇപ്പോൾ ഹൈക്കോടതിക്ക് മേലാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഐ.സി. ബാലകൃഷ്ണനും ഈ എ.കെ.എം. അഷ്റഫിനും നിയമസഭയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക? അഭിപ്രായത്തിൽ SITക്ക് മാത്രമല്ല സർക്കാരിനും ആശ്വാസമാണോ കോടതിയുടെ? 100% സർക്കാരിന് ആശ്വാസമാകുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സമ്മർദ്ദവുമില്ല എന്നതിന്റെ തെളിവല്ലേ? ഏറ്റവും വിശ്വാസയോഗ്യരായ ഉദ്യോഗസ്ഥന്മാരാണ് SITയിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വാദം. ഒരു സമ്മർദ്ദവുമില്ല എന്നതിന് തെളിവല്ലേ സ്മൃതി? സർക്കാരിന് SITയിൽ പൂർണ്ണ വിശ്വാസമാണല്ലോ. അപ്പോൾ ഈ SIT പൂർണ്ണ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുള്ള SIT കണ്ടെത്തിയിരിക്കുന്ന പ്രതികളാണ് ജയിലിൽ കിടക്കുന്നത്. ആ പ്രതികളെ സംരക്ഷിക്കുകയാണ് ഈ ഭരണപക്ഷ പാർട്ടി. എങ്ങനെ സംരക്ഷിക്കുന്ന പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നു. നടപടി എടുക്കാനായിട്ടില്ല എന്ന് പറയുന്നു. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പാർട്ടി നടപടി എടുക്കാനായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് പുറത്തേക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒറ്റ കാര്യം കൂടി ഞാൻ മറന്നു രണ്ട് കാര്യം. അധികം സമയം എടുക്കില്ല ഡോക്ടർ. ഒറ്റ കാര്യമുള്ളൂ. അല്ല, അങ്ങ് പ്രാധാന്യം അല്ല, അത് അങ്ങ് പ്രാധാന്യം ഇതൊക്കെ അങ്ങ് തീരുമാനിച്ചോളൂ. പിന്നെ പറയില്ല. ഞാൻ പറയുന്നില്ല. പാർട്ടി നടപടിയാണോ വലുത്, നിയമ നടപടിയാണോ വലുത്? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നിയമ നടപടി സർക്കാർ ആലോചിക്കേണ്ട, അത് കോടതി ചെയ്തോളും. പാർട്ടി നടപടി എന്തെടുക്കണം പാർട്ടി തീരുമാനിക്കില്ല. പാർട്ടി പുറത്തേക്ക് നൽകുന്ന മെസ്സേജ് ഉണ്ടല്ലോ. ശരി, അതിനുള്ള എന്റെ മറുപടി കേട്ടോളൂ സ്മൃതി. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പത്മകുമാറിനെ നിയമപരമായി സംരക്ഷിക്കാൻ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നോ അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിനോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസി ഈ നിമിഷം വരെയും ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ താങ്കൾ ഈ സാങ്കേതികത്തെ എന്നോട് പറയേണ്ട, വരട്ടെ. സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് സ്മൃതി സമ്മതിച്ചു. ശരി, പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്? കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഈ കേസിൽ എന്താണ് പത്മകുമാറും വാസുവും ചെയ്ത കുറ്റമെന്ന് മനസ്സിലാവൂ. ഇപ്പോൾ ഇതിൽ ക്രിമിനാലിറ്റിയുള്ള നെഗ്ലിജൻസ് ആണോ അതല്ല ഭരണപരമായ വീഴ്ചയാണോ? ഈ നിമിഷം വരെയും നമ്മുടെ മുന്നിൽ ഈ പത്മകുമാറോ വാസുവോ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെന്നോ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന്റെ സ്വത്ത് പങ്കിട്ടു എന്നുള്ള വിവരമോ വന്നിട്ടില്ല. ഇതുവരെയും വന്നിരിക്കുന്നത് ഒരു നെഗ്ലിജൻസ് ഉണ്ടായി, ഭരണപരമായ വീഴ്ചയുണ്ടായി. അതിൻ്റെ ക്രിമിനാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കുറ്റപത്രം വരുമ്പോഴേ അറിയൂ. ഭരണപരമായ വീഴ്ചയ്ക്ക് ഞാനിപ്പോഴും പറയുന്നു, ആ ഭരണപരമായ വീഴ്ച പോലും പാർട്ടി ഗൗരവത്തിലെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഈ സർക്കാരിനെ അധിക്ഷേപിക്കാനും ഈ നിയമസഭ തടസ്സപ്പെടുത്താനും ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ അന്വേഷണത്തിന് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ വിഷയമായി കിട്ടുന്ന ഒരു കാര്യം അത് ഉപയോഗിക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് പോകരുത് എന്ന് അതങ്ങ് പറഞ്ഞോളൂ. അതങ്ങ് സഭാ തലത്തിലേക്ക് ഇതിലപ്പുറമൊക്കെ പലതും കണ്ടാണ്. രണ്ടായിരിക്കും. ഒരേ വിഷയത്തിൽ സാധിക്കില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, അങ്ങ് ഈ പറയുന്ന BJPയുടെ സ്വരം, BJP പോയി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് പോലും പ്രതിപക്ഷത്തിന് വേണ്ടിയാണെന്നൊക്കെ അങ്ങ് ഇങ്ങനെ പറയുമ്പോൾ ഈ BJPയും ഈ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങളാണ്. സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന കൊള്ളക്കാരുമായി ബന്ധം ഈ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ CPM തയ്യാറാകുമ്പോൾ BJPക്കും CPM ഒരേ സ്വരമാണോ എന്ന് തിരിച്ചും ചോദിക്കാം. ഈ വിഷയം വിവാദമാക്കിയതാരാ? ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു കൊണ്ടുവന്നതാരാ? അന്വേഷണത്തിന്റെ നേർവഴിക്ക് പോകുമ്പോൾ സഭയിൽ തുടർച്ചയായി തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമല്ലേ? ഈ സംവാദത്തിന് തയ്യാറാകാതെ ഒളിച്ചു. പക്ഷെ സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ട് അടിയന്തര പ്രമേയമായി വന്നില്ല? അടിയന്തര പ്രമേയ ചർച്ച മോഷണം നടന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നേ. മോഷണം നടന്നു എന്നുള്ള കാര്യം ബോധ്യമായ കാര്യമാണ്. അതിനെന്ത് സമാധാനപരമായ ചർച്ച ചെയ്യുന്നത്? ഈ സമരം എന്തിനാണ്? സമരം അകത്തും പുറത്തും സമരം എന്തിനാണ്? അത് രാഷ്ട്രീയമല്ലേ? കള്ളം എങ്ങനെയാവുന്നത്? അതെങ്ങനെ കള്ളമാവുന്നത്? എത്ര പേരാണ് അകത്ത് കിടക്കുന്നത്? എത്ര പേരാണ് അകത്ത് കിടക്കുന്നത്? അല്ലെ, എത്ര പേരാണ് അകത്ത് രണ്ട് ആവശ്യങ്ങളല്ലേ പ്രധാനമായിട്ടും ഉള്ളത്? എന്താണ്? ഒന്ന്, സർക്കാർ SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് യോജിപ്പില്ല എന്ന് പറഞ്ഞു. അല്ല, സ്മൃതി പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയട്ടെ ഒരു കാര്യം. സ്മൃതി തന്നെ സമ്മതിക്കുന്നു, പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് അടിസ്ഥാനമില്ല.
അതിനിപ്പോൾ ഹൈക്കോടതി വിധിയുടെ പുറത്തു വന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സീറ്റുക്ക് മേൽ സമ്മർദ്ദമില്ല. അത് സ്മൃതി അംഗീകരിക്കുന്നു. രണ്ടാമത്തെ ആവശ്യം എന്താ? വി എൻ വാസവൻ രാജിവെക്കണോ? ഒരു മിനിറ്റ് അല്ല, ഈ രണ്ട് ആവശ്യങ്ങളേ ഉള്ളൂ. ഈ ആവശ്യം ക്വസ്റ്റ്യൻ ആൻസർ പരിപാടിയാണ്. ഞാനില്ല ചോദ്യോത്തരമൊന്നല്ല. ഒറ്റ വാക്കിലൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ. ചർച്ചയ്ക്ക് മറുപടി വേണം. ചോദ്യം ഉണ്ടാവും. 2019 മുതൽ 2026 വരെ നടന്ന കാര്യങ്ങളുണ്ടല്ലോ. 2024 പാളി എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. പറയട്ടെ, ഇങ്ങനെ ആവശ്യം പറഞ്ഞിറങ്ങി അങ്ങ് പറഞ്ഞാൽ മതി. താങ്കൾ പറയൂ. ഞാൻ പറയുന്നില്ല. താങ്കൾ പറയൂ. എന്തുകൊണ്ട് ഒരു കാര്യം പറയാൻ സംസാരിക്കാൻ സമ്മതിക്കും. ഒരു ഭാഷ സംസാരിക്കാൻ സൗകര്യമില്ല. അത് കൊള്ളാം. അതെന്ത് ഏർപ്പാടാണ്? അത് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടല്ലേ? ഈ അടിയന്തര അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആലയിൽ കെട്ടാനല്ലോ അങ്ങയുടെ ശ്രമം. ഞാനിവിടെ പറയുന്ന കാര്യം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. സമ്മേഷനായിട്ട് വി എൻ വാസവന്റെ കാലത്തുള്ള ഒരു മിനിറ്റ്, വി എൻ വാസവന്റെ കാലത്തുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ് ഇവിടെ SIT ചോദ്യം ചെയ്തിട്ടുള്ളത്. പറയട്ടെ, ഹൈക്കോടതിയുടെ വിമർശനവും എന്തുകൊണ്ട് പ്രശാന്തുമായി ബന്ധപ്പെട്ട നടപടി എടുക്കുന്നില്ല ചോദ്യം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ കാലയളവിലെ കാര്യങ്ങൾ കൂടി കോടതി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം പറഞ്ഞു. ഇനി കേട്ടോളൂ. എന്നാൽ ഈ കാലയളവിലെ മാത്രമല്ല, 98 മുതലുള്ളത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 98 മുതൽ പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളെ പ്രയാർ ഗോപാലകൃഷ്ണനും രാമൻ 98 സ്ഥാപിച്ച വിജയ മല്യ സ്വർണ്ണം പൂശിയ പാളികളാണ് പോയിരിക്കുന്നത്. 98 സ്വർണ്ണ പാളികളാണല്ലോ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശിവകുമാറിനെ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അജയ് തറയിലിനെ ഒക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM പ്രതിഷേധം തുടങ്ങാമല്ലോ. SIT അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ CPM മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മറ്റുള്ള അംഗങ്ങൾ കോൺഗ്രസിന്റെ ഏത് കോൺഗ്രസ്സുകാരൊന്നും നമ്മുടെ മുന്നിലേതായാലും ഇല്ല. എനിക്കറിയില്ല. കോൺഗ്രസ്സുകാരന്റെ അല്ല. അങ്ങ് പിന്നെ അതന്നെ വാദം പറഞ്ഞു. കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ് ഇപ്പൊ പ്രതിപക്ഷമായി. അങ്ങ് ആദ്യം പറഞ്ഞ കോൺഗ്രസ് പല ഘട്ടങ്ങളായി ഇത് പറഞ്ഞ ശേഷം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെ അത് തിരുത്തിച്ചതാണ്. KS ബൈജു, മുരാരി ബാബു, ജയശ്രീ ഇതിൽ പ്രതിപക്ഷ മുരാരി ബാബു ഇടത് സംഘടനയിലാണ്. ആര് പറഞ്ഞു? ആദ്യം ഈ സംഘടനയിൽ അംഗമായിരുന്നു മുരാരി ബാബു ഇടത് സംഘടനയിലാണ് ഉള്ളത്. അപ്പൊ സ്മൃതി കാര്യമില്ല. സ്മൃതി തന്നെ സമ്മതിക്കുന്നു. അങ്ങ് സമ്മതിക്കുന്നു പറഞ്ഞ് വാദിച്ച് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇല്ല, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് CPM-മായി ബന്ധമുണ്ട്. ആ ബന്ധം അവിടെ നിൽക്കുമ്പോൾ ആയിട്ടില്ല, സമയമായിട്ടില്ല, നടപടി എടുക്കാൻ സമയമായിട്ടില്ല എന്ന് പാർട്ടി പറയുന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അതെ, കുറ്റപത്രം വരട്ടെ. നിങ്ങൾക്ക് വേണ്ടുവോളം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം എടുക്കുന്നേ. നിങ്ങൾ സമയം എടുക്കുക, കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് ചോദ്യം ഉണ്ടാവും. അപ്പൊ വി എൻ വാസവനെ എന്തിനാ അറസ്റ്റ് ചെയ്യേണ്ടത്? രാജിവെക്കേണ്ടത്? അറസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. രാജിവെക്കേണ്ടത് എന്തിനാ? രാജിവെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തിനാ രാജിവെക്കുന്നത്? വി എൻ വാസവൻ രാജിവെക്കേണ്ടത് എന്തിനാ? ഈ കാലയളവിലെ കാര്യങ്ങൾ കൂടി കോടതി പ്രശാന്തിനെ എന്തിനാണ് വിളിപ്പിച്ചത്? ശരി, കേൾക്കൂ. വി എൻ വാസവൻ എന്ന ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിൽ ഇടപെടാൻ പറ്റുമോ? ഒരു കാര്യം, ഈ അങ്ങേയറ്റം സാങ്കേതികത ഒന്നുകിൽ എന്നെ പറയാൻ സമ്മതിക്കുക. ദേവസ്വം ബോർഡിലേക്ക് പാർട്ടി അംഗങ്ങൾ വരാം എന്നുള്ള തീരുമാനം, ഇതിപ്പോ ഞാൻ കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം ചേർത്താണ് പറയുന്നത്. പാർട്ടി അംഗങ്ങൾ വരാം എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഒരു പിടുത്തം വേണം എന്നുള്ളത് കൊണ്ടാണ്. അത് അവിടെ നിന്ന് കക്കാനല്ല, ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും, ഞങ്ങളുടെ കണ്ണു വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഉദ്ദേശത്തിലാണ് ഇവിടെ പറയുന്ന എൻ വാസു ആയാലും പത്മകുമാർ ആയാലും, പ്രത്യേകിച്ച് പിണറായി വിജയൻ താല്പര്യത്തിൽ തന്നെയാണ് ഇവർ വന്നിട്ട് നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം അവിടെ നിൽക്കുന്നു. പിന്നെ അവിടെ വൺസ് അവിടെ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നേയില്ല, പിന്നെ അവരുടെ കയ്യിലാണ് എന്ന മട്ടിലൊന്നും പറയാൻ പറ്റില്ല. ഈ സ്വർണ്ണമോഷണം നടന്നത് എപ്പോഴാണ്? 2019 അന്ന് വി എൻ വാസവൻ മിനിസ്റ്റർ ആണോ? അന്ന് മിനിസ്റ്റർ അല്ലാത്ത വി എൻ വാസവൻ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശാന്തിനെ എന്തിനു വിളിപ്പിച്ചു? പ്രശാന്തിനെ വിളിപ്പിച്ചത് ദേവസ്വം ബോർഡിലെ എന്താണ് നടപടിക്രമങ്ങൾ താങ്കൾ വന്നതിന് ശേഷം നടത്തിയത്, രണ്ടാമത് നിങ്ങൾ കൊടുത്തുവിടുമ്പോൾ എന്ത് നടപടിക്രമങ്ങൾ പാലിച്ചു, കൃത്യമായി പ്രശാന്ത് അത് കൊടുത്തു. രണ്ടാമത്തെ തവണ മൊഴി കൊടുക്കാൻ വിളിപ്പിച്ചു, വിശദമായി പറഞ്ഞു, തിരിച്ച് അദ്ദേഹത്തെ വീട്ടിൽ വിട്ടു. പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് പ്രശാന്തിനെ എങ്ങനെയാണ് വിളിപ്പിച്ചത്? പ്രശാന്തിനെ എന്തിനാണ്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് പത്മകുമാർ കഴിഞ്ഞ്. പ്രശാന്തുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് വന്ന തെളിവെന്താണ്? പ്രശാന്തുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് വന്ന തെളിവെന്താണ്? കോടതിയിൽ വന്ന തെളിവ് അഭിഭാഷക കമ്മീഷണർ അറിയിച്ചില്ല എന്നത് മാത്രമാണ്. പോറ്റിയുടെ കയ്യിൽ ദേവശില്പ പാളി കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, കട്ടളപ്പാളി കൊടുത്തില്ലെന്ന് മാത്രമല്ല, ചട്ടപ്രകാരം കൊടുത്തുവിടുകയും അതിനുശേഷം തിരിച്ചു വരുമ്പോൾ 9 ഗ്രാം കൂടുതൽ ഉണ്ടാവുകയും ചെയ്തു. പോറ്റിയുടെ അടുത്ത് കൊടുത്തുവിടാൻ വേറെ ആളടുത്ത് കൊടുത്തുവിടുന്നല്ല, പോറ്റിയുടെ കയ്യിൽ നേരിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. പോറ്റിയുടെ കയ്യിലേക്കല്ല കൊടുത്തിട്ടില്ല എന്നുള്ള ശരി തന്നെ. പോറ്റിയുടെ കൈവശം കൊടുത്ത പോറ്റിയെ തന്നെ വിട്ട്
ആയിട്ടില്ല എന്നുള്ള കാര്യം ശരി തന്നെ. അതുമല്ല പോറ്റിയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, എങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് ആ കൊണ്ടുപോകേണ്ട രീതിയിൽ മാത്രമാണ് കൊടുത്തുവിട്ടത്. ശരി, പിന്നെന്തിനാ ഇനി വി.എൻ. വാസവൻ രാജിവെക്കുന്നത്? അല്ല ആയിക്കോട്ടെ, അകത്ത് തന്നെ ശരിയാക്കാൻ പാടുള്ളൂ, പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. 2021 വി.എൻ. വാസവൻ 2019 കാര്യത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? എന്താണ് പ്രതിപക്ഷത്തോട് പോയി ചോദിക്കും. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് ഡോക്ടർ അരുൺ ഇത് ശരിയല്ല. എന്റെ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും ഈ പരിപാടി നടക്കില്ല. അങ്ങ് വേണമെങ്കിൽ CPM-നെ വ്യക്തമായി പറഞ്ഞോളൂ, എന്നോട് കോൺഗ്രസിനെ വ്യക്തമാക്കണ്ട. ഇല്ല, അങ്ങനെയൊന്നും കരുവാരിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ തീർച്ചയായിട്ടും പറയും. ഞാൻ അല്ലെങ്കിൽ ഈ ചർച്ച ഇരിക്കില്ല കേട്ടോ. ഇത് ഈ പ്രാവശ്യം മാത്രമല്ല, ഞാൻ കൃത്യമായി പറയുന്നു. ഞാൻ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ CPM-ന് അനുകൂലമായിരിക്കാം, മിക്കവാറും ഭരണപക്ഷത്തിന് എതിരായിരിക്കാം. അത് ആര് ഭരണപക്ഷത്തിലെത്തിയാലും അത് നിങ്ങൾക്ക് കാണാം. കേട്ടല്ലോ, തോന്നുന്ന സമയത്ത് മാറി മാറി പറയുന്ന പരിപാടി എനിക്കില്ല. സ്മൃതി, ഒരു സംശയം. സ്മൃതി, ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, പ്രതിപക്ഷം നിയമസഭയിൽ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് ഇന്നലെ നടത്തിയതുമായ പ്രകടനം നടത്തിയ വിഷയത്തോട് സ്മൃതി യോജിക്കുന്നുണ്ടോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. രണ്ട് വിഷയങ്ങളേ ഉള്ളൂ. വി.എൻ. വാസവൻ രാജിവെക്കണം, അതിനോട് താങ്കൾ യോജിക്കുന്നു? സഭയിൽ ഒറ്റ കാര്യമുള്ളൂ. ഞാനത് പറഞ്ഞു, രാഷ്ട്രീയമാണെന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ കരുതില്ല. ഒന്നാമത്തെ കാര്യം, ഈ ദേവസ്വം ഫോറൻസിക് പരിശോധന തുടങ്ങിയ കാര്യങ്ങളൊന്നും ആ ഫോറൻസിക് പരിശോധന ആവശ്യമില്ല. ആ തെളിവുകൾ കൃത്യമായി ഈ പറയുന്ന SIT-യുടെ പക്കലുണ്ട്. അത് ഫോറൻസിക് പരിശോധന ആവശ്യമില്ല. അപ്പോൾ ആ കാര്യം അവിടെ പൊളിയുകയാണ്. പ്രതിപക്ഷം ഉറപ്പായിട്ടും ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നേ. ആരായാലും പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കും. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് SIT-ക്ക് ആശ്വാസം എന്ന പോലെ നെഞ്ച് വിരിച്ച് ഇവിടെ സർക്കാരിന് ഇരിക്കാനുള്ള കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അത്രയേ ഉള്ളൂ. ഇനി SIT-ക്ക് ആശ്വാസമാണ്, ഇതൊരു സുവർണാവസരമായി കണ്ട പ്രതിപക്ഷത്തിന് നിരാശയുമാണ്. Meet the editors.